ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു വീഡിയോ കോൾ എല്ലാ ദിവസവും ഒരു വ്യക്തിയിൽ നിന്ന് മാനിഫെസ്റ്റ് ആകാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത്. ചില ആളുകൾ ഉണ്ടായിരിക്കും എല്ലാ ദിവസവും അവളൊന്ന് വീഡിയോ കോൾ വിളിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ അവനൊന്ന് വീഡിയോ കോൾ വിളിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നത്. അപ്പം ഞാൻ പറയാൻ പോകുന്ന ഈ ടെക്നിക്ക് വർക്കാവുക ഒന്നുകിൽ ഇപ്പോൾ റിലേഷൻഷിപ്പിലായിട്ടുള്ള ആളുകൾ, അതല്ലെങ്കിൽ പരിചയമെങ്കിലും വേണം, അല്ലെങ്കിൽ പിന്നെ മുമ്പ് ഓൾറെഡി റിലേഷൻഷിപ്പിലായിരുന്ന ആൾക്കാർ വിളിക്കണം എന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാലും നടക്കും. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഇതിനു വേണ്ടിയിട്ട് ചെയ്യേണ്ടത് എന്നുള്ളത്. രാത്രി കിടക്കുന്നതിന് തൊട്ട് മുൻപാണ് ഈ ഒരു ആക്ടിവിറ്റി ചെയ്യേണ്ടത്. ആദ്യം കണ്ണുകൾ അടക്കുക, എന്നിട്ട് ഒരു 10 സെക്കൻഡോ 20 സെക്കൻഡോ ഒന്ന് സൈലന്റ് ആയിട്ടിരിക്കുക. എന്നിട്ട് കണ്ണുകൾ അടച്ചിരിക്കല്ലേ, ഫ്രണ്ടിൽ ആ വ്യക്തിയെ ഇമാജിൻ ചെയ്യുക. ആ വ്യക്തി നിങ്ങളെ നോക്കി സ്മൈൽ ചെയ്യുന്നു, നിങ്ങൾ അങ്ങോട്ടും സ്മൈൽ ചെയ്യുന്നതായിട്ട് മനസ്സിൽ സങ്കല്പിക്കുക. അപ്പോൾ ആ ഒരു പോസിറ്റീവ് വൈബ്രേഷനിലാണ്. അങ്ങനെ ഇരുന്നു കൊണ്ട് ഒരു 5 മിനിറ്റ്സോളം ഞാൻ പറയാൻ പോകുന്ന ഒരു സെന്റൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. പറയേണ്ടത് ഇതാണ്: കാവ്യ എല്ലാ ദിവസവും എന്നെ വീഡിയോ കോൾ ചെയ്യുന്നതിൽ ഞാൻ വളരെയധികം സന്തോഷവാനും നന്ദിയുള്ളവനുമാണ് എന്നുള്ളതാണ്. ഇനിയിപ്പോൾ കാവ്യ എന്നുള്ളതിന് പകരം നിങ്ങൾ പേര് മാറ്റി കൊടുക്കണം. അവിടെ ഒരു സ്ത്രീയുടെ പേരാണെങ്കിൽ സെയിം തന്നെയാണ് വരിക. ഇനി അവിടെ ഒരു ബോയുടെ പേര് അല്ലെങ്കിൽ ഒരു പുരുഷന്റെ പേരാണ് വരുന്നതെങ്കിൽ അർജുൻ എന്നാണെങ്കിൽ ഇവിടെ നന്ദിയുള്ളവനാണ് എന്നുള്ള സ്ഥലത്ത് എന്തായി മാറും, നന്ദിയുള്ളവളാണ് എന്നതായിട്ട് മാറുമെന്ന് മാത്രം. അത് നിങ്ങൾ കോമൺ സെൻസ് വെച്ചിട്ട് ഒന്ന് ചേഞ്ച് ചെയ്താൽ മതി. അപ്പോൾ പേരും മാറ്റണം, ആ എൻഡ് പോർഷനും കുറച്ച് മാറ്റിയാൽ മതി. അഫർമേഷന്റെ പാറ്റേൺ സെയിം ആയിരിക്കും. ഓക്കെ, ഒന്നുകൂടി അഫർമേഷൻ പറയാം: കാവ്യ എന്നെ എല്ലാ ദിവസവും വീഡിയോ കോൾ ചെയ്യുന്നതിൽ ഞാൻ വളരെയധികം സന്തോഷവാനും നന്ദിയുള്ളവനുമാണ്. അപ്പോൾ ഇത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു അഫർമേഷൻ ആകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൽ നമ്മൾ ഈ ഒരു തോട്ട് പ്രോസസ്സ് നമുക്കുണ്ടെങ്കിൽ അവർക്ക് എപ്പോഴും നമ്മളെ വീഡിയോ കോൾ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും എന്നുള്ളതാണ്. കാരണം നമ്മൾ ചിന്തിക്കുന്ന ആ തോട്ടിൻ്റെ വൈബ്രേഷണൽ ഫ്രീക്വൻസി സഞ്ചരിച്ച് അവരിൽ അത് റിഫ്ലക്റ്റ് ആവും. അപ്പോൾ അവർക്ക് നമ്മളെ വിളിക്കാനായിട്ട് തോന്നും എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഓൾറെഡി മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യത്തിന് നമ്മൾ എപ്പോഴും ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ നടക്കാൻ പോകുന്ന ഒരു കാര്യത്തിന് മുൻകൂറായിട്ട് ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കുക എന്ന് പറയുന്നത് അതൊരു ഹൈ എനർജി ലെവലാണ്. അങ്ങനെ ഇരുന്നുകൊണ്ട് നമ്മൾ ഈ ഒരു പ്രോപ്പറായിട്ടുള്ള തോട്ട് 5 മിനിറ്റ്സോളം റിപ്പീറ്റഡ് ആയിട്ട് ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ വ്യക്തി നമ്മളെ വിളിച്ചിരിക്കും. അത്രയും പവർ ഉണ്ട് തോട്ടിലും. തോട്ടിന്റെ പവറിലും ലോ ഓഫ് അട്രാക്ഷനിലൊക്കെ വിശ്വസിക്കുന്ന ആളുകൾ ഇതൊന്ന് ചെയ്തു നോക്കുക. 100% നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതാണ്. പിന്നെ ഇത് ഒരു ദിവസം ചെയ്താൽ പോരാ, തുടർച്ചയായിട്ട് ഒരു 21 ദിവസം ചെയ്യുക. അപ്പോൾ 100% റിസൾട്ട് കിട്ടുന്നതായിരിക്കും. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും രീതിയിലുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യണം, അതിനുള്ളൊരു സൊല്യൂഷൻ വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഞങ്ങളുടെ സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലോട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്.